This morning, I once again trust in the Lord to come back to the book of Thessalonians. And I know you probably missed some of these things. So let's meditate together. So for our meditation today, we're going to turn our attention to 1 Thessalonians chapter 3. I'm going to be reading verses 1 and 2 and a portion of verse 3. Therefore, when I could not no longer endure our separation, we thought it be best to be left behind alone at Athens. And so we sent Timothy, our brother and God's servant, to you to strengthen and encourage you regarding your faith. Verse 3, the beginning says, so that no one would be unsettled by these difficulties. Amen. In the പ്രഭാതത്തിൽ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുന്നു. ആകയാൽ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുമായി നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമോഥെയോസിനെ അയച്ചു. 3 കഷ്ടം അനുഭവിക്കാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. Amen. Praise God. So remember, I've been speaking to you about the qualities of a good church and the qualities of any minister, anyone who do the service for the Lord, how we have to conduct ourselves. I spoke to you. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഒരു സഭ, ഒരു നല്ല സഭ എങ്ങനെയായിരിക്കണം, സഭയുടെ ഗുണം എങ്ങനെയായിരിക്കണം, ശുശ്രൂഷയിലായിരിക്കുന്ന ശുശ്രൂഷകരുടെ ഗുണങ്ങൾ, സ്വഭാവങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് നന്നായി നിങ്ങളോട് വിവരിച്ചല്ലേ. And I don't want you to get tired of hearing this word, but that's the central theme, that a transformation in our life. That's what God is asking from us. വീണ്ടും നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും അതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിലെ വ്യക്തിയുടെ രൂപാന്തരം, ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. We start our Christian life and that journey at some point, but it is a continuous transformation to become the stature of Christ. ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചതാണ്. എന്നാൽ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ക്രിസ്തുവിന്റെ ആ രൂപത്തോളം തലയോളം വളരുവാൻ തക്കവണ്ണം നമ്മൾ വീണ്ടും ഇങ്ങനെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Every time we learn much and we get rid of something from us, we hold on to something, we get rid of some friends, we embrace some friends, and this is the process of transformation. ഓരോ പ്രാവശ്യം നമ്മൾ ദൂതുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു, ചിലതൊക്കെ നമ്മൾ ആലിംഗനം ചെയ്യുന്നു, ചില സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നു, ചിലരെ ചേർത്തണയ്ക്കുന്നു. ഇത് ഇങ്ങനെയുള്ള ഒരു രൂപാന്തരമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. But the Bible clearly gives us the history that regardless of the teaching, in spite of our encounter with the God, in spite of all that we have, we hear, or people have heard, but yet they failed in their spiritual life. ഇങ്ങനെയൊക്കെ ബൈബിൾ വചനം വ്യക്തമായി ഹിസ്റ്ററിക്കൽ പറയുന്നത്, ഇതൊക്കെ വചനം കേൾക്കുമ്പോഴും ക്രിസ്തുവിനെ കാണുമ്പോഴും പലരും തോൽവിയാകപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ നാം കാണുന്നുണ്ട്. Many Christians are dissatisfied and discouraged by the current church. ഇന്നത്തെ സഭയുടെ ആ സാഹചര്യം കണ്ട് പല ജനങ്ങളും പല വിശ്വാസികളും അധൈര്യപ്പെട്ടുകൊണ്ട് നിരാശയുടെ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. They get very discouraged because of various reasons. പല കാരണങ്ങളാൽ അവർ അധൈര്യത്തോടെയാണ് അവരുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. Number one, I want to remind you that we forget ourselves that the church is a group of imperfect people coming together. പലപ്പോഴും നാം മറന്നു പോകുന്നത്, ഒരു സഭ എന്ന് പറയുന്നത് അത്ര പ്രാഗൽഭ്യമെത്താത്ത അനേക പക്വതയെത്താത്ത ചില വിശ്വാസികളുടെ ഒരു കൂട്ടമാണെന്ന് ഞാൻ മറന്നു പോകുന്നു. That's where we begin, our spiritual journey begin
and we are all imperfect people, but our goal is striving for perfection. പക്വതയില്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ സഭയിൽ കടന്നു വരുമ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം ആ പക്വതയിലേക്ക് വളരുവാൻ തുടങ്ങുന്നത്. So if I know and you know that we are all imperfect, striving for perfection, we have some room for tolerance, some room for forgiveness, some room for accommodation. ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ തികഞ്ഞവരല്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യമുള്ളാവുമ്പോൾ നമ്മളിൽ തന്നെ നമുക്ക് ക്ഷമിക്കുവാനുള്ളത്, മറക്കുവാനുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുന്നുണ്ട്. Second reason is that we get this false assumption that the problem is external to me, it's other people, other issue, it's not me. പലപ്പോഴും നാം പലപ്പോഴും മറ്റുള്ളവരുടെ കുറവാണ്, മറ്റുള്ളവരുടെ പ്രശ്നമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ കൂടിയാണ് നാം പലപ്പോഴും മുമ്പോട്ട് ഓടുന്നത്. And I know some of you know this story, but let me just refresh your memory. In the 1900s, in London newspaper, The Times, wanted to conduct a survey. ഒരു സർവേ 1900 ലണ്ടനിലുള്ള ന്യൂസ് പേപ്പറിൽ ഇങ്ങനെയുള്ള ഒരു സർവേ നടന്നു. And they wanted to kind of send a question to all the journalists and the famous authors of that time with this question. ആ കാലഘട്ടത്തിലെ എഴുത്തുകാരുടെയും അനേക പത്രപ്രവർത്തകരുടെയും നേരെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ അയച്ചു. And the question was that they all need to respond to this question. What is wrong with the world? ഈ ലോകത്തിന്റെ തെറ്റ് എന്ത് എന്നായിരുന്നു അവരോടുള്ള ചോദ്യം ചോദിച്ചത്. And many people responded. പലരും ഇതിനെ പ്രതികരിച്ചുകൊണ്ടിരുന്നു. But the most famous short answer was from a Christian author called G.K. Chesterton. ചെസ്റ്റർട്ടൺ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരന്റെ പ്രതികരണം, അത് വളരെ ചുരുക്ക രീതിയിൽ ഒരു പ്രതികരണമായിരുന്നു. ഇങ്ങനെയാണ് വന്നത്. And he only wrote one line like this. ഒറ്റ സെന്റൻസിൽ ഇങ്ങനെ എഴുതിയിരുന്നു. Dear sir, I am sincerely G.K. Chesterton. ഡിയർ സാർ, ഞാൻ ആത്മാർത്ഥമായി G.K. ചെസ്റ്റർട്ടൺ ആയിരിക്കുന്നു. No, I am. The question is, what is wrong with the world, right? And his answer was, dear sir, I am sincerely G.K. Chesterton. ഞാൻ ആത്മാർത്ഥമായി G.K. ചെസ്റ്റർട്ടൺ ആവുന്നു എന്ന് പറഞ്ഞു. And so the problem with the world, he is acknowledging, he is saying that it's not anybody else. He is not blaming anybody else. He said the problem, it's just me. ഇത് അതിൽ കൂടി പറഞ്ഞത് അത് ചുറ്റുപാടുള്ളവരുടെ പ്രശ്നങ്ങളല്ല, ഞാൻ എന്തായിരിക്കുന്നത് എന്റെ പ്രശ്നമാണ് എന്നാണ് ആ വാക്യത്തിൽ കൂടി പറയുന്നത്. Today we're going to see the same thing. I started with saying many people are dissatisfied with the church. ഇവിടെ ഈ കാലഘട്ടത്തിലായിരിക്കുന്ന സഭയുടെ പല കാര്യങ്ങളും കണ്ടിട്ട് പലരും അസംതൃപ്തിയോടാണല്ലോ കടന്നു പോകുന്നത്. Not necessarily this church alone. That's the situation across the country. ഈ കാലഘട്ടത്തിലുള്ള എല്ലാ സഭകളെയും ഒറ്റമാക്കിയതിൽ ഇങ്ങനെ പറയുന്നു. So the question is, what is wrong with the church? എന്താണ് സഭയുടെ പ്രശ്നം എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. If we are honest with just like G.K. Chesterton, we would be able to say, I am. നമ്മൾ ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് ആ ചെസ്റ്റർട്ടനെ പോലെ എഴുത്തുകാരനെ പോലെ ആണെങ്കിൽ എല്ലാം എന്റെ പ്രശ്നം എന്നുള്ള രീതിയായിരിക്കണം വരുന്നത്. So today we're going to look at what is my part in this problem. ഈ പ്രശ്നത്തിൽ എന്റെ പങ്ക് എന്തെന്ന് ഒന്നാഴമായി നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കാം. I can say a lot of things about the problem, but the question is, as a pastor, as a believer, what is my part? What is my contribution to this problem? നമ്മായിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ പലതും നമുക്ക് എടുത്തു കാണിക്കാം. എന്നാൽ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എന്റെ കൂടി ഉളവാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? Through the words of Apostle Paul, we are going to learn today that how he became a solution to the problem. പൗലോസ് അപ്പോസ്തലൻ കൂടി അവൻ എങ്ങനെയാണ് ഒരു പ്രശ്നത്തിന് പരിഹാരമായതെന്ന് നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാൻ പോവുകയാണ്. That's what we read, that we said the first thing we read that I no longer could bear to be here. I couldn't really
take it anymore, this separation. ഈ വേർപാട് എനിക്ക് ഒരിക്കലും സഹിച്ചു കഴിയുന്നില്ല എന്നാണ് ആദ്യത്തെ വചനത്തിൽ വാക്യത്തിൽ കൂടി പറയുന്നത്. Remember what happened, just to refresh the memory of our young people again. He was taken away from Thessalonica abruptly because he only ministered 3 weeks there. Then he was taken, he was drove away from there by the enemies of the gospel. ഒന്നോർത്ത് നോക്കുമ്പോൾ അവിടെ ആയിരിക്കുന്ന 3 ആഴ്ചയിൽ തെസ്സലോനിക്കയിലായിരിക്കുന്നു. അവിടെ ശത്രുക്കളുടെ എണ്ണം പെരുകിയപ്പോൾ അവിടെ നിന്ന് അവനെ പറിച്ചു മാറ്റുന്ന രീതിയിൽ പറിച്ചു മാറ്റിയതല്ലേ. And he said, I cannot come over there, but I cannot be here anymore, and I cannot bear this pain anymore, so I'm going to send Timothy to you. എനിക്ക് അങ്ങോട്ട് കടന്നു വരുവാൻ കഴിയുന്നില്ല, എന്നാൽ നിങ്ങളോട് ഒപ്പമുള്ള ആ വേർപാട് എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല, എന്നാൽ എന്നോടൊപ്പമുള്ള തിമോത്തിയോസെ അതിന് പകരമായി I want him to come and strengthen you. അവൻ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ ഒന്ന് ശക്തിപ്പെടുത്തണമെന്ന് എൻ്റെ ആഗ്രഹം. And I know you are unsettled with so many difficulties because I know how I left there. You were being attacked by the enemies. You were really in a fierce persecution. നിങ്ങൾ പീഡനങ്ങളിൽ കൂടി കടന്നു പോകുന്നത് എനിക്കറിയാം. ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ കൂടി കടന്നു പോകുന്നത് വളരെ വ്യക്തമായി ഞാൻ തിരിച്ചറിയുന്നു. But the first thing that he is saying, look at that bond between the people and the minister. He's saying that I cannot really bear anymore this separation. അവൻ ഒരു ശുശ്രൂഷകനും ഒരു വിശ്വാസികളുമായിട്ടുള്ള ആഴമേറിയ ബന്ധമാണ് എനിക്ക് നിങ്ങളെ വേർവിട്ടിരിക്കുവാൻ സഹിച്ചുകൂടാ എന്നാണ് വ്യക്തമായി പറയുന്നത്. The first point I want to talk to you is that we all, a church means we all work together, we all work together, we all share the concerns each other. ആമേൻ. ഒരു സഭ എന്ന രീതിയിൽ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നത് നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത്. ഒരു സഭ എന്ന് പറഞ്ഞാൽ ഐക്യമത്യത്തോടെ പ്രവർത്തിച്ച് മുമ്പോട്ട് ഓടേണ്ടതാണ്. Chapter 2 verse 17, Apostle Paul says that even though I am taken away from you, not in person, but my heart is with you. ഞാൻ നിങ്ങളുടെ അല്പനേരത്തേക്ക് നിങ്ങളിൽ നിന്ന് മാറി നിന്നെങ്കിലും ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളുടെ ഒപ്പമായിരിക്കുന്നു എന്ന് 2-17 വാക്യത്തിൽ. That is the heart of a minister. അതാണ് ഒരു ശുശ്രൂഷകന്റെ യഥാർത്ഥമായ ഹൃദയം എന്ന് പറയുന്നത്. That's the heart of any servant of God. അതായിരിക്കണം ഏതൊരു ശുശ്രൂഷകന്റെയും ഹൃദയം എന്ന് പറയുന്നത്. There may be times that we may be separated physically, but we need to have that one that my heart is with you. ശാരീരികമായി പലയിടത്തായിട്ട് ആയിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും, എന്നാലും നിങ്ങളുടെ ഹൃദയം അവരോട് വിശ്വാസികളുടെ ഒപ്പമായിരിക്കണം. He says this not only to Thessalonians. When he was writing to the Philippians, he said to the infant church, he said, you are in my prayers and you are in my heart. അവന് തെസ്സലോനിക്ക സഭയ്ക്ക് മാത്രമല്ല ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 1:7 പറയുന്നു, നീ എൻ്റെ പ്രാർത്ഥനയിലും എൻ്റെ ഹൃദയത്തിലും നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. So the minister, he really want to be with them. He really want to see them. His heart is with them even though he is physically here. അവൻ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഈ ശുശ്രൂഷകൻ അവരോടൊപ്പമായിരിക്കണം, അവന്റെ ഹൃദയം അവരോടൊപ്പമായിരിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഇവിടെ കാണുന്നത്. So he couldn't go there. He sent Timothy over there, and Timothy went there and came back with a report. അവൻ അവിടേക്ക് പോകാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അതിന് പകരമായിട്ട് തിമോത്തിയോസിനെ അയച്ച് അവിടെ നിന്നൊരു റിപ്പോർട്ടുമായി തിമോത്തിയോസ് മടങ്ങി വരുന്നതാണ്. And Timothy come back and they told Paul like this, verse 6 we read. 6-ാം വാക്യത്തിൽ പറയുമ്പോൾ തിമോത്തിയോസ് ഇങ്ങനെയുള്ള റിപ്പോർട്ടുമായിട്ടാണ് മടങ്ങി വരുന്നത്. Timothy came back and reported that you always think kindly of us. That means talking about Thessalonian people. ആമേൻ. ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്ന് ഞങ്ങളുടെ സദ്വർത്തമാനം അറിയിച്ചു. Yes, they always think kindly of us and treasure your memories of us, longing to see us just as we like to see you. ആമേൻ. നിങ്ങളുടെ വിശ്വാസത്തെ സ്നേഹത്തെയും പറ്റിയും ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെ കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ടെന്നുള്ള സദ്വർത്തമാനം. Are you getting the picture of this thing? അവൻ അവിടെ പറഞ്ഞിരിക്കുന്ന അതിന്റെ ചിത്രം നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? This man of God, his heart is with them and he wants to see them, and his desire is over in Thessalonica. And then he was worried and saying, no, I abruptly left Thessalonica. I don't know. It's not like today. There is no report of the people. Nobody phone and say anything, right? It wasn't like that. The man of God is in so much pain and he wanted to know about them. And the report is getting, the people are saying, as much as you want to see us, we want to see you. ഒരു ദൈവദാസൻ എന്ന നിലയിൽ വേർപെട്ടിരിക്കുന്ന സമയത്ത് അവരെ കാണണമെന്നുള്ള ഹൃദയംഗമായ ഒരു ആഗ്രഹത്തോടെ ഇരിക്കുന്ന സമയത്ത്
സമയത്താണ് തിമോത്തിയോസ് വരുന്നത് പറയുന്നത്, നിന്റെ ഉള്ളിലെ ആഗ്രഹം അതുപോലെ തന്നെ ഞങ്ങൾക്കും നിന്നെയും കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് 6-ാം വാക്യത്തിൽ കൂടെ വിളിച്ചു പറയുന്നു. Brothers and sisters, we need each other. സഹോദരങ്ങളെ, നമ്മൾ അന്യോന്യം നമുക്ക് ആവശ്യമാണ്. There is no difference between a minister and a layman. And you see that the demarcation, that separation these days. But I just want to kind of dissolve that somehow. We need to get this concept that we are together. ഒരു ശുശ്രൂഷകനും വിശ്വാസിയും രണ്ട് തരത്തിലല്ല നിൽക്കേണ്ടത്, ഒരുമിച്ച് പോകണമെന്നുള്ളൊരു മനോഭാവമാണ്. അതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കേണ്ടത്. Romans chapter 1 verse 11 and 12 we read like this. റോമർക്ക് എഴുതിയ ലേഖനം 11-12 ഇങ്ങനെ വായിക്കുന്നു. Chapter 1 verse 11 and 12. For I long to see you so that I may share with you some spiritual gift. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. Amen. And verse 12 we read that is we may be mutually encouraged and comforted by each other's faith, both yours and mine. എനിക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. Who is talking about this thing? ആരാണ് ഈ കാര്യത്തെ പറ്റി പറയുന്നത്? The greatest apostle ever lived. ആമേൻ. ഏറ്റവും വലിയ അപ്പോസ്തലൻ ആയിരിക്കുന്ന ഒരുവൻ. Amen. He founded so many churches. അനേക സഭകൾ സ്ഥാപിച്ചവൻ. And he is saying like this. ഇങ്ങനെയാണ് ആ അപ്പോസ്തലന്റെ വാക്കുകൾ. When I come to you, I have a spiritual gift to give you. ഞാൻ വരുമ്പോൾ ഒരു ആത്മീക വരം നിങ്ങൾക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. He is not asking that you give it to me. He is saying that when I come, I have a spiritual gift for you. എനിക്ക് നിങ്ങളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ലഭിക്കാനല്ല, ഞാൻ നിങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ആത്മീക വരം നിങ്ങൾക്ക് നൽകണമെന്നുള്ള. To strengthen you, to encourage you, to comfort you. ധൈര്യപ്പെടുത്തുന്നു, നിങ്ങളെ ഉത്സാഹപ്പെടുത്തുന്നു, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന വചനമാണ്. Brother and sister, that is the best gift you can give it to somebody. മറ്റുള്ളവർക്ക് നൽകുവാൻ തക്കവണ്ണ നല്ലൊരു ഗിഫ്റ്റ് നിങ്ങളുടെ When you visit somebody, the best gift you can offer is not something tangible you take with you. Go there, encourage them, comfort them, strengthen them in their faith. സഹോദരി മറ്റുള്ളവരെ കാണുവാൻ പോകുമ്പോൾ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുപോകുന്നതല്ല, അവരെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ നൽകുന്നതാണ് ഏറ്റവും ഒരു ഉത്തമ വിശ്വാസിക്കുക. And the second thing, he is saying that I need you as much as you need me. നിങ്ങൾക്ക് എന്നെ വേണ്ടുന്നത് പോലെ നിങ്ങളെ എനിക്കും വേണമെന്നാണ് ഈ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്. Amen. Praise God. Every man of God, those who hear me loud and clear, listen to this thing. It's not just that the people need you alone. You need the people too, to encourage you, to strengthen you. You should never, or we should never have the spiritual arrogance that I am somebody, I don't need anybody. അവൻ എന്നെ കേൾക്കുന്ന ശ്രമിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കൊണ്ട് ആവശ്യമുണ്ട്, അല്ലാതെ അവർക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുള്ള മാത്രമുള്ളൂ എന്നുള്ള ചിന്താഗതിയോടെ പോകരുത്. Hallelujah, glory to God. Church members have different views about the church. സഭയെ പറ്റി പലവിധമായ വീക്ഷണങ്ങളാണ്, പലവിധ കാഴ്ചപ്പാടുകളാണ്. We have different views about ourselves. നമുക്ക് നമ്മളെ പറ്റി പ്രത്യേകമായ കാഴ്ചപ്പാടുകളുണ്ട്. Let me give you a few that I thought and I wrote it down. എന്റെ ചിന്തയിൽ വന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. Some people in the church, they feel that they don't need anybody because they are self-sufficient. എനിക്ക് എല്ലാം പര്യാപ്തമാണ്, അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ ആവശ്യമില്ല എന്നുള്ള ചിന്തഗതിയോട് പോകുന്ന ചില വ്യക്തികൾ. That's one, some people think that way. ചിലർ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. Some people think that nobody want me, so I don't have anything to offer to anybody. രണ്ടാമതായി പറയുന്നത് മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് ആവശ്യമില്ല, അതുകൊണ്ട് എനിക്ക് അവരോടൊന്നും ചെയ്യാനുമില്ല. Yeah, I mean, I just go there, nobody cares about me, so that what, why bother? എന്നെ ആരും പരിഗണിക്കുന്നത് പോലില്ല, പിന്നെ ഞാൻ എന്തിനാണ് അതിനകത്തൊക്കെ ഉൾപ്പെടുന്നതെന്ന് ചിന്തിക്കുന്നത്. Some find a comfort in being alone because their ignorance about what a fellowship is. കൂട്ടായ്മയെ പറ്റി കാഴ്ചപ്പാടില്ലാത്ത ചിലവര് അവർ ഏകയായി നടക്കുവാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ കൂട്ടം. This morning, by the Spirit of God, I am not saying this as in vain words. If any one of you have any of this thought, that is a disease and that has to be removed from us. ഇന്ന് പ്രഭാതത്തിലെ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മൂന്ന് കാര്യത്തിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു രോഗമായി നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് പരിപൂർണമായി. It doesn't matter who I am, what I have, what education or anything. I need you as a man of God. I cannot stand here and alone and do the work of the Lord. ഇന്ന് പ്രഭാതത്തില് ഞാൻ ആരായിക്കോട്ടെ, എന്റെ ക്വാളിഫിക്കേഷൻ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഈ ശുശ്രൂഷകൾക്ക് നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. And we need each
other. ഇവിടെ ആയിരിക്കുന്ന അന്യോന്യം ഓരോരുത്തർക്കും ആവശ്യം അന്യോന്യമുണ്ട്. Praise God. If we anytime we get such a thought in us that I don't need anybody, or somebody don't need me, or I like to be alone, don't bother me, that is an unhealthy infection that is coming into our body that needs to be removed by the power of the Holy Spirit God. ഇന്ന് പ്രഭാതത്തില് മറ്റുള്ളവരെ എനിക്ക് വേണ്ട, എന്നെ മറ്റുള്ളവർക്ക് വേണ്ട, എനിക്ക് ഏകനായി നടന്നാൽ മതി, ഇങ്ങനെയുള്ള ചിന്താഗതികൾ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസറിനെ പോലാണെന്ന്. Constant strengthening each other. Apostle Paul is saying we mutually need to strengthen. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് അന്യോന്യം ബലപ്പെട്ട് ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്ന്. When I was meditating, I said, oh, if the greatest man of God want a mutual benefit from the believers, I wanted to qualify the statement and say, I need you more than you need me. ആമേൻ. ഞാൻ ഈ വലിയ മനുഷ്യന് മറ്റുള്ളവർ അന്യോന്യ സ്ട്രെങ്തൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നത് എന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് പകരം എനിക്ക് നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ ആവശ്യമെന്ന് പറയുന്നു. In Corinthians, Paul said, I don't need your money, I need you. എനിക്ക് നിങ്ങളുടെ വസ്തുവകളൊന്നും വേണ്ട, എനിക്ക് നിങ്ങളെയാണ് വേണ്ടുന്നത്. So that to know and accept that we need each other is the fundamental basic of spiritual journey, and that will be very worthwhile going forward. ആത്മീയ യാത്രയുടെ അതിന്റെ മുമ്പോട്ട് പോകുന്നതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അന്യോന്യ സഹോദരത്വത്തോടെ പോകേണ്ടുന്ന ഒരു അത്യാവശ്യമാണെന്ന് കാണിക്കുന്നു. Church is a body of members, you all know that. ഒരു ശരീരത്തിന്റെ പല അവയവങ്ങളെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുന്നു. Every organ they depend on each other. ഓരോ അവയവങ്ങളും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു. So it is us that together will glorify the name of God. ഒന്നിച്ച് ഒരുമിച്ച് പോകുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. As I mentioned, we are all imperfect people. നമ്മൾ അത്ര പ്രാഗൽഭ്യമുള്ളവരല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. But are we all with one passion and one purpose, and that's we have a common goal. എന്നാൽ ഞാനും നിങ്ങളുമായിരിക്കുന്ന ഒറ്റ ലക്ഷ്യത്തോടെ, ഒരേ ആഗ്രഹത്തോടെ, ഒരേ ദൗത്യത്തോടെയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. We don't come to church just to attend and go away from here. ഓരോ ഞായറാഴ്ച ഇവിടെ വന്ന് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോകാൻ മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. Every believer must be invested in the church. You must have an ownership of the church. നിങ്ങളായിരിക്കുന്ന ഈ സഭയ്ക്കകത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങളുണ്ട്. When you don't have that ownership, you will be on the back seat as a person to criticize. നിങ്ങളുടേതായ ഉത്തരവാദിത്തം നിങ്ങൾ എടുക്കാതെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ബാക്ക് സൈഡിലായിരിക്കുന്ന, അതായത് മറ്റുള്ളവരെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. So the question is, what is wrong with the church? എന്താണ് ഈ സഭയുടെ തെറ്റെന്ന് ഒരു ചോദ്യം വരുന്നു. It's me. ഇത് ഞാൻ തന്നെ എന്നുള്ളത് മാത്രമാണ്. And I want to bring in front of a story of a family. ഒരു കുടുംബത്തിന്റെ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയട്ടെ. And the father and the wife and the children attended the church. ഒരു മാതാവ്, പിതാവ്, കുഞ്ഞുങ്ങള് എപ്പോഴും സഭ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. And they came in and there was a worship song, and then there is a sermon and testimony and prayer and benediction. ഇവിടെ കടന്നു വരുമ്പോൾ ഇവിടെ ആരാധനയുണ്ട്, പ്രസംഗമുണ്ട്, ബെനഡിക്ഷൻ എല്ലാം ഉണ്ട്. And when we were returning home, അവർ തിരിച്ചു മടങ്ങി അവരുടെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ the father was criticizing about everything. അവിടെ നടന്നുകൊണ്ടിരുന്ന ആ സഭയിൽ നടന്ന എല്ലാം ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. He was criticizing about the father's sermon, the pastor's sermon, and about the worship team. Somebody didn't lift up their hands, or the piano player, the thing was wrong, and everything, and on and on and on. And he was keep on criticizing about അവർ മടങ്ങി പോകുമ്പോൾ അവരെ കണ്ടിരുന്ന ആ ആരാധനയെ വിമർശിച്ചു, ശുശ്രൂഷന്റെ ദൂതനെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. And the teenager who was listening back seat after some time broke his silence. അവന്റെ കുഞ്ഞുങ്ങളിൽ ഒരു യൗവനക്കാരന് അവസാനം ഇതെല്ലാം കേട്ടിട്ട് ഒരു പ്രാവശ്യം അവന്റെ നിശബ്ദത വെടിഞ്ഞു. He said, Daddy, after all, for $1, that was a pretty good show. അവൻ $1 ഇത് നല്ലൊരു ഷോ തന്നെയായിരുന്നു എന്ന് അവൻ പറയുന്നു. Amen. You got the message. I don't want to explain any further. Where do we want? What is wrong with the church? എന്താ സഭയുടെ തെറ്റെന്തെന്നാണ് ചിന്തിക്കുന്നത്? We can come here. We can go to any church. We can be part of the criticism. Or we have to admit that, Lord, how much time I was on my knees praying for my people. How much time I was on the knees
holding my brother and sister. Lord, how much time I spent the last week interceding for my people. If it not half an hour, not 1 hour, not some time, where did we get the capacity to criticize? അവൻ നിങ്ങൾക്ക് വന്നിട്ട് മടങ്ങി പോകാം. എന്നാലോ ദൈവത്തോട് ചോദിക്കാം, എത്ര സമയം ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എത്ര സമയം ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എത്ര സമയം ഞാൻ ഇടിവിൽ നിന്ന് കരഞ്ഞിരിക്കുന്നു. ഇതൊന്നും ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വിമർശിക്കുവാനുള്ള യോഗ്യത. Amen, brother and sister, if God, when he look at he has some tears in his amen, he can see that from you and me, then there is some sincerity in our words. ആമേൻ. ഞാനും നിങ്ങൾ പറയുമ്പോൾ അതിനകത്ത് ആ ദൈവം നിങ്ങളുടെ കണ്ണുനീരിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിമർശനത്തിന് ഒരു വാല്യൂ ഉണ്ടെന്ന് നമുക്ക് വിളിച്ചു പറയാം. Jesus did not send, God did not send Jesus to this world so that we can come here and have a Sunday attendance. ഒരു ഞായറാഴ്ചയിൽ കടന്നു വരുവാൻ വേണ്ടിയല്ല തന്റെ ഏകജാതനായ പുത്രനെ തന്റെ ദൈവം ഇവിടേക്ക് അയച്ചത്. He sent his son onto the cross so that we can share the concern each other, we can work together, we can love each other. അവൻ ഒരുമിച്ച് സ്നേഹിക്കുവാൻ ഒരുമിച്ച് പോകുവാൻ വേണ്ടിയാണ് ആ പുത്രനെ ആ ക്രൂശിൽ യാഗമാക്കിയത്. We cannot minimize the Sunday to like a few songs and a message. ഒരു ആരാധനയെ ഒരു ചെറിയ പാട്ട് കൊണ്ടും ഒരു മെസ്സേജ് കൊണ്ട് ഒതുക്കുവാൻ നമുക്ക് കഴിയത്തില്ല. Pastor Paul said, I want to send Timothy to you so that he can come and encourage you, exhort you, comfort you. ആമേൻ. ഞാൻ ഈ നിങ്ങളെ വന്ന് കാണുവാനും നിങ്ങളെ പ്രബോധിപ്പിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനുമാണ് ഞാൻ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുന്നത്. Because another aspect of how he think of his people. Let's read verse chapter 2 verse 19 and 20. ആമേൻ. രണ്ടാം അധ്യായം 1 തെസ്സലോനിക്കർ 2:19-20 വായിക്കുമ്പോൾ Apostle Paul said, you are the object of our hope, our joy, the victor's wreath of triumph and celebration. ആമേൻ. നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ആശയം, സന്തോഷം, പ്രശംസ, കിരീടം, ഇതൊക്കെ നിങ്ങളാണെന്ന് പറയുന്നു. For you are our glory, our joy. ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ അല്ലയോ എന്ന് 20-ാം അധ്യായ വാക്യത്തിൽ വിളിച്ചു പറയുന്നു. This is what the mind, the concept that we have to have. The believers, they're just not a number. ആമേൻ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എണ്ണത്തിലല്ല, ഇങ്ങനെയുള്ള ഒരു ആഗ്രഹവുമാണ് കാഴ്ചപ്പാടാണ് ശുശ്രൂഷന്റെ ഉള്ളിലുള്ളത്. You each one of is my joy. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും എന്റെ സന്തോഷമാണ്. You are my crown. Apostle Paul is looking at his trophy collection and he is saying that when I look at the showcase of the prizes that I got, what is the best trophy I have? It is my people. Amen. Each one of you. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ എന്റെ സമ്മാനങ്ങൾ മുമ്പിൽ വെക്കുമ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ എന്ന് പറയുന്ന എന്റെ മുമ്പിൽ ഇരിക്കുന്ന വിശ്വാസികളാണെന്ന് ചൂണ്ടിക്കാട്ടി. Amen. That's the admiration we got to have about our people. അങ്ങനെയുള്ള ഒരു പുകഴ്ചയായിരിക്കണം, അങ്ങനെയുള്ള ഒരു പുകഴ്ചയായിരിക്കണം നമ്മുടെ വിശ്വാസികളിൽ നിന്നുണ്ടാകുന്നത്. Amen. If I know that my people are my joy, then that motivates me to really love you more. എന്റെ ജനമാണ് എന്റെ സന്തോഷം എന്ന് പറയുമ്പോൾ അതിൽ കൂടിയാണ് എന്നെ വീണ്ടും മുമ്പോട്ട് ഓടുവാൻ എന്നെ ഉത്സാഹിപ്പിക്കുന്നത്. You are my crown, the one that is on my head. I know I'm so proud of it. നിങ്ങൾ എന്റെ കിരീടം എന്ന് പറയുമ്പോൾ അതേ കണ്ടുകൊണ്ട് ഞാൻ അധികം പ്രശംസിക്കുന്നു. That's what we need. അങ്ങനെയുള്ള ഒരു this scripture was speaking to me more than you. Hallelujah. നിങ്ങളെ കൽവരി ഈ വചനം എന്നെ നന്നായി എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. Amen. We need to have that attitude. What, a brother or sister, admire somebody, admire and say, what, that brother or sister, they're not my enemy, they're my joy, they're my hope, they're my glory. Hallelujah. ആമേൻ. സഹോദര സഹോദരി, കൂടിയിരിക്കുന്ന സഹോദരങ്ങളെ നോക്കിയിട്ട് പറ, അവരെന്റെ സന്തോഷമാണ്, അവരെന്റെ മഹത്വമാണ്, അവരുടെ കിരീടമാണ്. It is difficult, my brother, it is difficult, but that is what the transformation is. ആമേൻ. അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയെങ്കിലും അതാണ് ജീവിതത്തിന്റെ രൂപാന്തരം എന്ന് പറയുന്നത്. Amen. You are my joy. നിങ്ങളാണ് എന്റെ സന്തോഷം. Amen. When we get to our home, let us pray that the Lord, such and such a brother and sister, they are my joy. ആമേൻ. നിങ്ങൾ ഭവനത്തിൽ എത്തുമ്പോൾ ഇങ്ങനെയുള്ള സഹോദരികളോ ആണ് എന്റെ സന്തോഷം എന്ന പ്രാർത്ഥനയിൽ കൂടി വിളിച്ചു പറ. Oh Lord, keep them in faith. Let them be strong.
Hallelujah. വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ കർത്താവേ, അവരെ വിശ്വാസത്തോടെ നയിക്കണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു പറ. Amen. Praise God. Let's learn to admire each other. ആമേൻ. അന്യോന്യം മറ്റുള്ളവരെ പുകഴ്ത്തി തന്നെ ഉയർത്തി തന്നെ മുമ്പോട്ട് ഓടട്ടെ. We work together, we admire each other. That is what an ideal church is. ഒരുമിച്ച് നടക്കുന്ന, ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് മുമ്പോട്ട് ഓടുന്നതാണ് ഒരു സഭയുടെ ഐക്യത എന്ന് പറയുന്നത്. Okay, let me go to the second point. രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ കടന്നു വരട്ടെ. When we are a church, we sacrifice our plans and our desires or our comfort for each other. നമ്മൾ ഒരു സഭയായി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ സമയമാണ് മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ യാഗമായി. Yeah, we sacrifice that my comfort, or I may have a plan. Sometimes I may have to sacrifice that. Sometimes I'm in the comfort zone. I may have to sacrifice that for each other. ഒരു പക്ഷേ നമുക്ക് മുമ്പിലുണ്ടായിരിക്കുന്ന ചില ദൈനംദിന ലക്ഷ്യങ്ങളുണ്ടാവാം, ദൈനംദിന പ്ലാനുകളുണ്ടാവാം. അതെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. Let me explain to you this one. That as I said, Apostle Paul had to, and with Timothy, they had to leave very quickly from that place. They went to after the persecution in Thessalonica, they went to Berea, and from there they went to Athens. Now he is in Athens. And the city of Athens is very peculiar. They have about 30,000 different gods. It's a university town. It's filled with philosophers. And that's where now Paul is planning to do his ministry. He doesn't know anybody there. And the only comfort he has is that his associate Timothy. And all of a sudden he thought about the people in the Thessalonica. They were in the midst of persecution when I left. I don't know anything about, I don't know what happened to them. And this man of God is remembering about some of the believers over there. Said, how is Chakochan, how is Matthias, what happened to them, I want to know. And he called Timothy and said, my son, I always enjoy your companionship with me. But I want you to do something for me. I want you to go to Thessalonica. I want you to go over there and find out what happened. I want you go and encourage them. All of a sudden, can you see what Paul is willing to let go? He is willing to let his Timothy go. Timothy is a comfort for him. Now when he goes, then he has to engage the enemy by himself. When he faces the enemy in Athens, there is nobody to have a conversation even. But at that point he is willing to let his Timothy go. Brother and sister, this morning that's what the Holy Spirit wants to ask you. What is the Timothy you are holding on to this morning? Amen. Somebody else need the comfort and encouraging, but you have a Timothy with you and you want to hold on to that one. Somebody else will be discomforted. Hallelujah. Yes, someone has some Timothy, some comfort that you are not willing to let go. Church means we share, hallelujah, we are willing
to sacrifice the comfort that we have for each other. ഇന്ന് നമ്മുടെ ജീവിതത്തിലായിരിക്കുന്ന ചില കംഫർട്ട് ഒരു സഭ എന്ന രീതിയിൽ അതിനെ മാറ്റി അതിനെ പറഞ്ഞു വിട്ടെങ്കിലേ മതിയാകൂ. Amen. Somebody hear this place. You know what the Holy Spirit is telling with you. There is a Timothy that you are embracing, you are holding on. ആമേൻ. ഇന്ന് പ്രഭാതത്തിലായിരിക്കുന്ന ചിലരോട് വ്യക്തമായി ദൈവം പറയുന്നു, തിമോത്തിയോസിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. I don't know what that is. Look in your own area and say, Lord, what is the Timothy that is in me that is not allowing me to step out? ആമേൻ. ദൈവത്തോട് ചോദിക്കുക, ഏത് തരത്തിലുള്ള തിമോത്തിയോസിന്റെ സ്വഭാവമാണ്, എന്താണ് ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുന്നത്? Oh, the Timothy that is in you. Hallelujah. Glory to God, whatever it is. It may be your finance, it may be your health, it may be that your unwillingness to go out. I don't know, it may be your children, it may be your business. Hallelujah. I don't know what your Timothy is, but the Holy Spirit is asking you, would you kindly, amen, would you willingly, amen, let the Timothy go and let him be shared with others for the benefit of the kingdom of God. പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് സമ്പത്തായിക്കോട്ടെ, സമയമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള തിമോത്തിയോസിനെയാണോ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്, ഇന്ന് പ്രഭാതത്തിൽ മറ്റുള്ളവരുടെ ആശ്വാസത്തിന് വേണ്ടി അതിനെ വിട്ടയക്കുക. Thessalonican people are waiting for the Timothy. ഒരു തെസ്സലോനിക്കൻ വ്യക്തികൾ ഈ തിമോത്തിയോസിനെ നോക്കിക്കൊണ്ടിരിക്കുക. They don't know Timothy is coming, but they are praying, Lord, send somebody to us. ഒരു തിമോത്തിയോസ് കടന്നു വരുമോ എന്ന് അറിയുന്നില്ല എന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തിമോത്തിയോസിനെ പോലെ ഒരുവരെ ഞങ്ങളുടെ നടുവിലേക്ക് അയക്കണമേ. Amen. Somebody is praying every day with the tears, brother or sister. The answer, that Timothy is with you. ആമേൻ. ഒരു ദൂരത്തായിരിക്കുന്ന ചിലർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള ഉത്തരമാണ് ഒരു തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരും. Would you let that Timothy go this morning? ജീവിതത്തിലായിരിക്കുന്ന ആ തിമോത്തിയോസിനെ ഇന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു വിടാമോ? Amen. That will be a comfort for somebody. മറ്റുള്ളവരുടെ ഒരു ആശ്വാസം, that will be an encouragement. That is to establish somebody. മറ്റുള്ളവരെ ഉറപ്പിക്കുവാൻ കാരണമായി തീരും. Oh Lord, would you do that? ആമേൻ. അങ്ങനെ നിങ്ങൾക്കൊന്ന് ചെയ്യുവാൻ കഴിയുമോ ഇന്ന് പ്രഭാതത്തിൽ? Praise God. The church means we share. Oh Lord, we sacrifice. ഒരു സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ യാഗമായി കൊടുക്കുന്നത് ഒന്നിനെയാണ് സഭ എന്ന് our plans and our comforts. നമ്മുടെ പദ്ധതികളായിക്കോട്ടെ, നമ്മുടെ ആശ്വാസത്തിന്റെ ഇടങ്ങളാകട്ടെ, ഇതെല്ലാം നമുക്ക് ത്യാഗമായി കൊടുക്കട്ടെ. 2 Corinthians chapter 11 verse 24 onwards, Apostle Paul says all the hardship that he went through. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ കടന്നുപോയ എല്ലാ കഷ്ടതകളും വിവരിച്ചു പറയുന്നുണ്ട്. And you know that I don't want to go into the details. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അതിനധികമായി ഞാൻ പറയുന്നില്ല. But the one verse he says, besides those external things, there is the daily pressure of my concern for all the churches. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് സർവ്വ സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. Oh yes. Apostle Paul had that was the concern about his church, his people. ആമേൻ. അങ്ങനെയാണ് ഒരു സഭയെ പറ്റിയും അവിടെയുള്ള സഭ വിശ്വാസികളെ പറ്റിയുള്ള ചിന്താഭാരം ഉടലെടുക്കുന്നത്. All the hardship he is listing there. I even yesterday I went through all of them. I read it and I said, Lord, I'm not even worthy to even say that. ആമേൻ. ഈ പൗലോസ് അപ്പോസ്തലൻ കടന്നുപോയ ഈ കഷ്ടതകളെല്ലാം ഞാൻ പേപ്പറിൽ എഴുതിയിട്ട് ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഇത് പറയാൻ പോലും യോഗ്യതയുള്ളവനല്ലല്ലോ കർത്താവേ. I read about the story of a missionary. ഒരു മിഷണറിയുടെ ഒരു ചരിത്രം ഞാൻ ഇങ്ങനെ വായിക്കുന്നു. 1858. 1858 a Scottish missionary called Peyton. His name is John G. Peyton. He went to then it was called the islands of New Hebrides, but now it is called the islands of Vanuatu. ജോൺ ജി പേറ്റൺ എന്ന് പറഞ്ഞ ഒരു വലിയ മിഷണറി ഒരു വനാട്ടോ എന്ന ഒരു ഐലൻഡിലെ സൗത്ത് പസഫിക്കിലുള്ള ഒരു വനാട്ടോ എന്ന ഒരു ഐലൻഡിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. Vanuatu, if you look at it, it is east of Australia, very close to the Fiji Islands and the Solomon Islands. So there is an island now. You can, so if you search it, it says Vanuatu.
വെനുവാറ്റോ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഓസ്ട്രേലിയക്ക് കിഴക്കായിട്ട് ഫിജിക്ക് അടുത്തുമായിട്ട് ആയിരിക്കുന്ന ഒരു ഐലൻഡിനെയാണ് കാണിക്കുന്നത്. And when this Scottish missionary, when he was prompted, when he was inspired to go over there, he said that it in the church and to the friends. ഈ ഐലൻഡിലേക്ക് കടന്നു പോകാൻ ഉള്ളിൽ ചിന്താഭാരം വന്നപ്പോൾ അത് തന്റെ സഭയിലും തന്റെ കൂട്ടുകാരോടും പറയുന്നു. One of the oldest men in the church, that he loved him so much, he said, John, do you know where you're going? ആമേൻ. വളരെ വയോധികനായ ഒരുവൻ വളരെ ആഴമായി സ്നേഹിക്കുന്ന ഈ ജോണിനോട് പറഞ്ഞു, നീ എവിടെയാ പോകുന്നതെന്ന് അറിയുന്നുണ്ടോ? You know the places are full of people, cannibals. നരഭോജികളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വെനുവാറ്റോ എന്ന് The പറയുന്നത്. moment you get there, within days they will eat you up. നീ അവിടെ എത്തുന്ന ആ നിമിഷം, ആ ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ നിന്നെ ഭക്ഷണമാക്കും. John Peyton thought a little bit about it. അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് Then he respectfully said like this. എന്നിട്ട് ഇങ്ങനെ ബഹുമാനത്തോടെ മറുപടി പറയുന്നു. You are advanced in your age, but one day you will pass, and they will put you, somebody will put you in a grave, and they will put you in the grave there, the worms will eat you up. ആമേൻ. നിങ്ങൾ വയോധികനായ ആ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞ, ഒരു ദിവസം നിങ്ങൾ മരണപ്പെടാം, അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവര് നിങ്ങളെ കവർ ചെയ്ത ഓരോ ശവകുടീരത്തിനകത്തിടും, അവിടെ നിങ്ങളെ കൃമിക്ക് ഇരയാകുന്ന ഒരു അവസ്ഥയാണ്. The worms will eat you there. കൃമികൾ നിങ്ങളെ കഴിക്കും, നിങ്ങളുടെ ശരീരത്തെ കഴിക്കത്തില്ല. I am thinking of this way. ഞാനും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. For to win a few souls, if I go over there, if the people eat me, that is better than one day I'm eaten by the worms without winning a soul. ഞാൻ അവിടെ പോയിട്ട് അവിടെ കുറച്ച് ആത്മാക്കളെ നേടിയിട്ട് അവരെന്നെ കഴിക്കുന്നത് അല്ലേ മറ്റുള്ള എന്റെ കാലസമ്പൂർണ്ണതയിലെ കൃമികൾ എന്റെ ശരീരത്തെ കഴിക്കുന്നതിനെക്കാട്ടി നല്ലത്. John Peyton went to the island. ആ ഐലൻഡിലേക്ക് ഈ പേറ്റൻ കടന്നു പോകുന്നു. 3 months after that, his wife passed away. 3 മാസങ്ങൾക്ക് ശേഷം തന്റെ ഭാര്യ ഇവിടുന്ന് ഇഹലോകം. 1 week after that, his infant child passed away. ഒരു ആഴ്ചക്ക് ശേഷം തന്റെ കുഞ്ഞ് ഇവിടുന്ന് മാറ്റപ്പെടുന്നു. The man dedicated for the work of the Lord, where is God at that time? ഇവിടെ കാണിച്ചെടുത്ത തന്റേതായ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യന്. He lost everything. തനിക്കുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു. He came back to Scotland. സ്കോട്ട്ലൻഡിലേക്ക് കടന്നു വന്നു. Prayer and much dedication, he married again. പ്രാർത്ഥിച്ചും അധിക അർപ്പണ മനോഭാവത്തോടെ വീണ്ടും ഒരു കല്യാണം കഴിക്കുന്നു. And he and his new wife, they went back to Vanuatu. ഈ ഭാര്യയുമായി വീണ്ടും ഈ ഐലൻഡിലേക്ക് കടന്നു പോകുന്നു. 41 years they worked over there. 41 വർഷമാണ് അവരവിടെ ശുശ്രൂഷ ചെയ്തത്. Language, they don't know much. Cannibals, culture, food, everything was different. ഭാഷയെ അറിയത്തില്ല, സംസ്കാരം അറിയത്തില്ല, അവിടെ ആയിരിക്കുന്ന നിരഭോജികൾ, ഇതിന്റെയൊക്കെ നടുവിലാണ് ശുശ്രൂഷയുമായി അവിടെ കടന്നുപോയത്. I did some search and I found out today that island Vanuatu, 93.4% of the people are Christians. ഞാൻ അവനോട്ടെ പറ്റി സെർച്ച് ചെയ്തപ്പോൾ ആ ഐലൻഡിൽ ഇപ്പോൾ 92% പേര് ക്രിസ്ത്യാനികളായി ആയിട്ടുണ്ട്. അവിടെ One man, ഒരു മനുഷ്യനാലാണ്. brothers and sisters, we may not be able to go to that extent. ഒരുപക്ഷെ അത്രമാത്രം ഒന്നും നമുക്ക് കടന്നു പോകാൻ കഴിയത്തില്ലായിരിക്കാം സഹോദരങ്ങളെ. We may not be able to just duplicate what John G. Peyton did. ജോൺ ജി പേറ്റൻ എന്ന മിഷണറി ചെയ്തത് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടി ചെയ്തെടുക്കാൻ കഴിയത്തില്ലായിരിക്കാം. But my question this morning is, what will be yours and my contribution to the church? എന്റെ ഇന്ന പ്രഭാതത്തിൽ നിങ്ങളോട് ചോദിക്കുന്നത്, ഒരു സഭയ്ക്ക് വേണ്ടി എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം, എന്റെയും നിങ്ങളും സഭയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് എന്താണ്? Do we want to be part of the people who critique all the time and really find a fault in everything, or do we want to be part of a person that step out and be a solution? നിങ്ങൾക്ക് നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനത്തോടൊപ്പം പോകണമോ, അതോ സഭയുടെ ഉന്നമനത്തിന് വേണ്ടി നിൽക്കുന്ന കൂട്ടം ജനത്തോട് നിങ്ങൾക്ക് പോകണമോ? I made a decision. I want to be the one that I am willing to let my
some comfort among some of my Timothy to go and share and sacrifice my plans and comfort for others. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എൻ്റെ തീരുമാനമെന്ന് പറഞ്ഞത് എൻ്റെ ഉള്ളിലുള്ള എന്നിലെ കൂടെ ആയിരിക്കുന്ന ആശ്വാസത്തിൻ്റെ നിർവചനമായി ആയിരിക്കുന്ന ഈ തിമോത്തിയോസിനെ വിട്ടു കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ആശ്വാസത്തിനായി പോകണമെന്ന് ആഗ്രഹിക്കുന്നു. I want to be that one man. I want to make a small influencer for the kingdom of God. സ്വർഗരാജ്യത്തിന് വേണ്ടി ആ ഒരു മനുഷ്യന് അത്രമാത്രം പ്രയത്നിച്ച് I may not be able to win the whole continent of Africa, but I may be able to win one person if I can sacrifice a little bit of me. ആമേൻ. ആഫ്രിക്കയുടെ കോണ്ടിനെന്റ് ഭൂഖണ്ഡം എല്ലാം നേടിയെടുക്കാൻ കഴിയത്തില്ല, ഒരു ആത്മാക്കളെങ്കിലും എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. Brother and sister, with the compulsion of the Holy Spirit, I want to give a prophetic word. ഒരു പ്രവാചക ശബ്ദത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, if you and me, again carefully listen to me, if you and me become a solution to the kingdom of God today, our children and grandchildren will not be a problem for the kingdom of God. ഇന്ന് പ്രഭാതത്തിൽ വ്യക്തമായി വിളിച്ചു പറയട്ടെ, നിങ്ങൾ സ്വർഗരാജ്യത്തിന്റെ ഒരു ആനുപാതികമായ ഒരു സ്വർഗരാജ്യത്തിന് വേണ്ടി ഇന്ന് നിങ്ങൾ നിൽക്കുവാണെങ്കിൽ നാളെ നിങ്ങളുടെ തലമുറകൾ ഈ ക്രിസ്തീയ സഭയെ വിമർശിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടത്തില്ല. That's the best gift we can give to our children. ആ ഒരു ഉത്തമ സമ്മാനമാണ്, ആ ഒരു ഗിഫ്റ്റാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് dedicated, I surrendered my life with that. ആമേൻ. ഞാൻ അതിനു വേണ്ടി, ആ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. Lord, I want to be a solution. ഞാൻ ഇതിനകത്തേക്ക് ഒരു സൊല്യൂഷനായി മാറണം കർത്താവേ. Because I am part of the problem. I am the problem. ആമേൻ. ഞാൻ ആ പ്രശ്നത്തിന്റെ പാർട്ടായിരിക്കുന്നു. ഞാനാണ് I changed my life, oh Lord. ഞാൻ എന്റെ ജീവിതത്തെ ഒന്ന് മാറ്റിയെടുക്കുക കർത്താവേ. I want to really work together, and I want every one of my people, I want them more than they need me, oh Lord. ആമേൻ. എനിക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് എനിക്ക് അവരെ കഴിവുള്ള അവരെ എനിക്ക് വേണമെന്ന് കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. Lord, I sacrifice my plans and my comfort for my people. എന്റെ പ്ലാനുകളും എന്റെ ആശ്വാസങ്ങളും എല്ലാം എന്റെ ജനത്തിനു വേണ്ടി ഞാൻ യാഗമായി നൽകുക. I want to be a solution to the church. ആമേൻ. ഈ സഭയുടെ ഒരു സൊല്യൂഷൻ ആയി എന്നെ മാറ്റണമേ. Lord, I know that we are all imperfect in different ways, but I am not going to focus on. I am learning today onwards. I am deciding today onwards that I don't want to look at that and focus on the problem, Lord. I just want to surrender my life and say, Lord, I want to be a humble solution to the kingdom of God. Whatever the capacity that you have given me, I want to be a solution. I want to be a solution. If it could be that spending some time in prayer, it could be that I'm holding my words, it could be helping somebody, it could be letting my Timothy go. I don't know, Lord. But help me these days so that today, effective onwards, I be a solution to you. പ്രശ്നങ്ങളെ നോക്കിയല്ല എന്നെ മുമ്പിലായിരിക്കുന്ന ഒരാൾക്കൊരു ആശ്വാസമാകുന്ന ഒരു തിമോത്തിയോസ് ആവുകയാണെങ്കിൽ ദൈവമേ അതിനായി എന്നെ ഒന്ന് മാറ്റിയെടുക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ്. But I don't want ever, if you tarry, I don't want ever. I may not be living to find out, but it might be in eternity. But I want to know one thing, Lord. I want to ask you one thing, that let my children and grandchildren be a solution to your kingdom, never a problem for you, Lord. ഒന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന താമസമെങ്കിൽ കുഞ്ഞുങ്ങളും എന്റെ കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാം ഒരു പ്രശ്നത്തിന് അകപ്പെടുവാനല്ല, ഒരു അകപ്പെടുവാനല്ല, എന്നാൽ സഭയ്ക്ക് ഒരു ഉത്തമ മാതൃകയായിട്ട് മാറാൻ തക്കവണ്ണം ഞാൻ പ്രാർത്ഥിക്കുന്നു. And I know if I surrender, you will use them some capacity. I want to see them be missionaries, evangelists, prophets and prophetess in the coming days to serve you, to love you, Lord. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഞാൻ ഒന്ന് കീഴടങ്ങിയിരിക്കുവാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളും കൊച്ചു കുഞ്ഞുങ്ങളോ പ്രവാചകന്മാരുടെ കൂട്ടത്തിലോ അധ്യക്ഷന്മാരുടെ കൂട്ടത്തിലോ പ്രവാചകന്മാരുടെ കൂട്ടത്തിലോ ഉപദേശന്മാരുടെ കൂട്ടത്തിലുമായിട്ട് അവരെ ദൈവം മാറ്റുമെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. I want to dedicate a minute for us to surrender ourselves. നമ്മെ തന്നെ ആ ദൈവസന്നിധിയിൽ ഒരു താഴ്മയുള്ള മനോഭാവത്തോടെ ആയിരിക്കണം.